കോഴിക്കോട് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന വസ്തുക്കളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ഇതിനോടകം 15-ലധികം പേർക്ക് വഖഫ് നോട്ടീസ് ലഭിച്ചു. തങ്ങൾക്കും വഖഫ് നോട്ടീസ് വരുമോ എന്ന ആശങ്കയിലാണ് കോഴിക്കോട്ടുള്ള സാധാരണക്കാർ. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, കോഴിക്കോട് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന വസ്തുക്കളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ഇതിനോടകം തന്നെ 15-ലധികം പേർക്ക് നോട്ടീസ് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നിഖിൽ, ഒരു ദിവസം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പിറ്റേ ദിവസം തങ്ങളുടെ ഭൂമിയിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചു വരുമോ എന്ന ആശങ്കയിലാണ് കോഴിക്കോട്ടെ ഒരു ജനവിഭാഗം. കാരണം ഇതിനോടകം തന്നെ 15-ലധികം പേർക്കാണ് വഖഫ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. അതിൽ മിക്കവരുടെയും കയ്യിൽ ഭൂമിയുടെ കൃത്യമായ രേഖകളുണ്ട്, നികുതി അടച്ച രേഖകളുണ്ട്, ആധാരമടങ്ങുന്ന എല്ലാ രേഖകളും കൃത്യമായിട്ടുള്ളവരെ തേടിയാണ് വഖഫ് നോട്ടീസ് എത്തിയിരിക്കുന്നത്. അതിലാദ്യം വഖഫ് നോട്ടീസ് വന്നത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഏറ്റവും സാധാരണക്കാരന്റെ ഭൂമിയിലായിരുന്നു. 30 സെന്റ് ഭൂമി, അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വഖഫ് ആദ്യം നോട്ടീസ് അയച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് വടകര സ്വദേശിയായിട്ടുള്ള ശ്രീധരന് വഖഫ് നോട്ടീസ് ലഭിച്ചത്. ശ്രീധരന്റെ ഹോട്ടൽ അത് വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നോട്ടീസ് വന്നത്. ശ്രീധരൻ ഇതുമായി ബന്ധപ്പെട്ട് തന്റെ കയ്യിലെ പണം ചെലവാക്കി വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. എന്നാൽ ട്രിബ്യൂണൽ ഇരയ്ക്കൊപ്പം നിൽക്കുന്ന നീതിയായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ഇത് വഖഫിന്റെ സ്വത്താണ് എന്ന ട്രിബ്യൂണലും വിധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ബാലകൃഷ്ണനെയും ശ്രീധരനെയും രമേശിനെയും ഒക്കെ പോലെ നിരവധി ആളുകൾ ഈ കോഴിക്കോടുണ്ട്. അവരെ തേടി വഖഫ് നോട്ടീസ് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ആശങ്ക കോഴിക്കോടുണ്ട്. മാത്രമല്ല, കോഴിക്കോട് പാളയത്തെ 10-ലധികം കടകൾക്കാണ് ഇപ്പോൾ വഖഫ് നോട്ടീസ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. ഈ കടകളിലെ വ്യാപാരികളൊക്കെ തന്നെ 30-40 വർഷങ്ങളായി അവിടെ കട വാടകയ്ക്കെടുത്ത് നടത്തുന്നവരാണ്. അവരെ തേടിയുമാണ് വഖഫ് നോട്ടീസ് വന്നിരിക്കുന്നത്. അങ്ങനെ വലിയൊരു ആശങ്കയിലൂടെ തന്നെയാണ് കോഴിക്കോട്ടെ ജനസമൂഹം കടന്നു പോകുന്നത് എന്നാണ് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തങ്ങൾ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ തങ്ങളുടെ ഭൂമിയിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചു വന്നാൽ തങ്ങൾ എന്ത് ചെയ്യും, എവിടെ ആശ്രയിക്കും, നീതിപീഠത്തെ എങ്ങനെ ആശ്രയിക്കും എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് അവർ ഉയർത്തുന്നത് എന്ന്. ശരി അനഘ, കോഴിക്കോട് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന വസ്തുക്കളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ഇതിനോടകം 15-ലധികം പേർക്ക് വഖഫ് നോട്ടീസ് ലഭിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.